സ്റ്റാർട്ട്. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ എക്സാമാണ് നമുക്ക് 13-ാം തീയതി തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ മാർക്കുകൾ എങ്ങനെയാണ് ഓരോന്നും ചെയ്യുമ്പോൾ അതിൻ്റെ മാർക്ക് എങ്ങനെയെല്ലാം ആണ് നമുക്ക് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഫോർമാറ്റിംഗ് ദ ഹെഡിങ് യൂസ് വേർഡ്സ് ആർ ഗിവൻ 5 മാർക്കാണ്. അപ്പോൾ 5 മാർക്കാണ് ഫോർമാറ്റിൻ്റെ ഹെഡിങ് അടിക്കുന്നതിന് വേണ്ടി. ഫോർമാറ്റിൻ്റെ ഫോണ്ട് ഹെഡിങ് അടിക്കുന്നതിന് വേണ്ടി നമുക്ക് എത്ര മാർക്കാണ്? ഹെഡിങ് ഒരു ഹെഡിങ് ഉണ്ടെങ്കിൽ അത് അടിക്കണമെങ്കിൽ അതിന് എത്ര മാർക്കാണ്? 5 മാർക്കാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതിനുശേഷം ഫോർ ഇൻസർട്ടിങ് കറക്ഷൻ ബോർഡർ, അതിൻ്റെ ബോർഡർ കൊടുക്കുന്നുണ്ട്. ഈ ബോർഡർ കൊടുക്കുന്നുണ്ട്. എത്ര പേജാണ്? അതിന് 5 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. ബോർഡർ അടിക്കുന്നതിന് നമ്മൾ 5 മാർക്കാണ് കിട്ടുന്നത്. അടുത്ത് വരുന്നത് 10 മാർക്കാണ് അത് വരുന്നത്. അടുത്തത് ക്രിയേറ്റിംഗ് കറക്റ്റ് ഷേപ്പ് ആൻഡ് ഫില്ലിംഗ് കറക്റ്റ് ടെസ്റ്റ്. ഷേപ്പ് ഇത് അടുത്ത ഷേപ്പാണ്. ഈ ഷേപ്പ് അടിച്ചതിന് ശേഷം അതിൽ ഈ ഫോണ്ട് അടിക്കണമെങ്കിൽ അതിന് എത്ര മാർക്കാണ് കൊടുക്കുന്നത്? 5 മാർക്കാണ് അതിന് കൊടുക്കുന്നത്. അതിനുശേഷം ഫോർ ഇൻസർട്ടിംഗ് ടേബിൾ ആൻഡ് ഫില്ലിംഗ് ദ മെത്തേഡ്സ് കറക്റ്റ്ലി ആസ് ഗിവൻ ഇൻ ദി ക്വസ്റ്റ്യൻ പേപ്പർ 40 മാർക്കാണ്. അവിടെ എന്താണ് ഈ ഇതാണ് ടേബിള് ഇൻസർട്ട് റോ എടുത്ത് എത്രയുണ്ടെന്ന് അടിച്ച് അതിൻ്റെ മേറ്റെല്ലാം ഇതെല്ലാം കറക്റ്റ് സൈസ് എല്ലാം കൊടുത്ത് അടിക്കുന്നതിന് വേണ്ടി നമുക്ക് എത്ര മാർക്കാണ്? 40 മാർക്കാണ് നമ്മൾ അടിക്കുന്നത്. 40 മാർക്കാണ്. ഈ ടേബിൾ മാർക്ക് അടിക്കാൻ എന്താണ്? 40 മാർക്കാണ്. അടുത്തത് ഇതേപോലെ ഇത് ഷേപ്പ് എടുത്ത് അടിക്കുന്നതിന് വേണ്ടി അതിന് നമുക്ക് എത്ര മാർക്കാണ്? അതിന് 10 മാർക്കാണ് കിട്ടുന്നത്. അതേപോലെ ഇത് അടിക്കുന്നതിന് വേണ്ടി എന്താണ് കറക്റ്റ് ഇതടിക്കുന്നതിന് വേണ്ടി ഈ മേഖലകളെല്ലാം അടിക്കുന്നതിന് വേണ്ടി അതിന് എത്ര മാർക്കാണ് കിട്ടുന്നത്? 10 മാർക്കാണ് അതിന് കിട്ടുന്നത്. അതിനുശേഷം സിമ്പിൾ, ഈ സിമ്പിളെല്ലാം കൊടുക്കുന്നതിന് സിമ്പിൾസുകളെല്ലാം അടിച്ച് പിക്ചറൊക്കെ കൊടുക്കുന്നത് സിമ്പിൾസ് അടിക്കുന്നതിന് വേണ്ടി അതിനും എത്ര മാർക്കാണ്? അതിന് 10 മാർക്ക്. ഇത് അണ്ടർ ഷേപ്പ് എടുത്ത് അതിൻ്റെ സിമ്പിൾസ് എല്ലാം അടിക്കുന്നതിന് വേണ്ടി അതിനും 10 മാർക്കാണ്. ഇതിന് മാർക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെതാണ് നമ്മുടെ ക്വസ്റ്റ്യനാണ്. ഇതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ എന്നുള്ളതായി കൊടുക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് ജയിക്കാൻ നമുക്ക് എത്ര മാർക്ക് വേണം? നമുക്ക് ജയിക്കാൻ നമുക്ക് 40 മാർക്ക് മതി ജയിക്കണം. പക്ഷെ നല്ല ഭംഗിയായിട്ട് അടിച്ചാൽ നമുക്ക് 100 മാർക്കും കിട്ടും. നല്ലതുപോലെ അടിച്ചെടുത്ത് നല്ല മാർക്ക് തന്നെ കിട്ടും. ഇതിൻ്റെ നല്ലൊരു ക്വസ്റ്റ്യനാണിത്. അതേപോലെ അതേപോലെ തന്നെ സ്പീഡും നമുക്ക് 10 മിനിറ്റാണ് തരുന്നത്. ആ 10 മിനിറ്റിൽ നമ്മൾ നല്ലപോലെ അടിച്ച് മിസ്റ്റേക്കൊന്നും ഇല്ലാതെ നമുക്ക് അടിച്ച് കഴിഞ്ഞാൽ 100 മാർക്കൊന്നും കിട്ടും.